Good morning to all. Today we discussed about email and their advantages and disadvantages of email, and also we discussed about significance of email in business. So we started about email. What is email? Email is mainly known as electronic mail. So email is the most widely used tool for the business communication at the workplace. So email is a short of electronic mail. സോ ഇമെയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇലക്ട്രോണിക് മെയിലിനെയാണ് നമ്മൾ ഇമെയിൽ എന്ന് പറയുന്നത്. ഇതിൻ്റെ അകത്ത് നമ്മൾ മെയിനായിട്ട് ബിസിനസ് കമ്മ്യൂണിക്കേഷൻസ് നമ്മൾ നടത്താനായിട്ട് മേജറായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടൂളാണ് ഇമെയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. സോ ഇമെയിൽ ഫസ്റ്റ് തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തത് നമുക്കറിയാം അർപ്പാനെറ്റ് എന്നുള്ളൊരു നെറ്റ്വർക്കിംഗ് കൂടിയാണ് ഇമെയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. റേ ടോമിൽസൺ എന്നൊരു പേഴ്സണാണ് ഈ അർപ്പാനെറ്റ് അല്ലെങ്കിൽ ഇമെയിലിൻ്റെ ഇൻട്രൊഡക്ഷൻ നടത്തിയത് 1971 സെഞ്ച്വറീസിൽ. നെക്സ്റ്റ് ഫസ്റ്റ് വെബ് മെയിൽ ക്ലയൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് നമ്മൾക്കറിയാം ഇമെയിൽ അയക്കുമ്പോൾ നമ്മൾക്ക് അവിടെ ഒരു ക്ലയൻറ്റ് സെർവർ ഉണ്ടായിരിക്കണം. അപ്പോൾ ഫസ്റ്റ് ക്ലയൻറ്റായിട്ട് നമ്മൾ കൺസിഡർ ചെയ്തത് ഫിലിപ്പ് ഹലാമിനെയാണ്. 1994 നമ്മുടെ ഫസ്റ്റ് ക്ലയൻറ്റ് ഇമെയിലിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. നെക്സ്റ്റ് ഫസ്റ്റത്തെ ഹോട്ട്മെയിൽ നമ്മൾ റിലീസ് ചെയ്തത് 1996 1971 ഇതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ സ്റ്റേജ് തുടങ്ങിയെങ്കിലും 1996 ആയപ്പോഴാണ് നമ്മളിതിൽ ഹോട്ട്മെയിൽ റിലീസ് ചെയ്ത് തുടങ്ങിയത്. നമ്മൾക്ക് മോസ്റ്റ് പോപ്പുലർ ആയിട്ടുള്ള ഇമെയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കെല്ലാവർക്കും അറിയാം ജിമെയിൽ, യാഹു, ഹോട്ട്മെയിൽ, അങ്ങനെ റെഡിഫ് മെയിൽ, അങ്ങനെ ഒരുപാടുണ്ട്. ഈ പറഞ്ഞതിൽ ഏറ്റവും കോമൺ ആയിട്ട് ഏറ്റവും കൂടുതൽ പേഴ്സൺസ് യൂസ് ചെയ്യുന്ന ഒരു മെയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജിമെയിലാണ്. സോ ഇമെയിൽ ഈസ് യൂസ്ഡ് ടു റിക്വയർ ടു റിസീവ് മെയിൽസ് ആൻഡ് സെൻഡ് ടു ദെയർ മെസ്സേജസ് ടു അതർ ക്ലയൻറ്റ്. അപ്പം ഇമെയിൽ നമ്മൾ മെയിലിൽ യൂസ് ചെയ്ത് ഒരു മെയിലിൽ നിന്ന് വേറൊരു പേഴ്സൺസിൻ്റെ മെയിൽ ഐ ഡിയിലേക്ക് മെസ്സേജസ് സെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മെയിൽസ് യൂസ് ചെയ്യുന്നത്, അതായത് ഇമെയിൽസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. So next we move on the advantages of email. The email has a certain advantages. So ഇതിൻ്റെ കുറച്ച് അഡ്വാൻറ്റേജസ് ഉണ്ട്, അതാണ് നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിനകത്ത് ഫസ്റ്റ് വൺ പറയുന്നതാണ് ഫാസ്റ്റ് ക്ലയൻറ്റ് കമ്മ്യൂണിക്കേഷൻ. സോ ദാറ്റ് മീൻസ് the email is the one of the fastest way to communicate with an important message to a client or business associate who is located thousands of miles away. സോ നമ്മൾക്കറിയാം നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെസ്സേജസ് ഒരുപാട് ദൂരെ ഉള്ള പേഴ്സൺസിലേക്ക് സെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്ത ഒരു കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്കാണ് ഇമെയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. സോ ഇമെയിൽ ഈസ് ദ വൺ ഓഫ് ദ മോസ്റ്റ് ഫാസ്റ്റസ്റ്റ് കമ്മ്യൂണിക്കേറ്റിംഗ് നെറ്റ്വർക്ക് that convey the important messages to client or business associated who is located miles of away. അതായത് എത്ര ദൂരെയുള്ള പേഴ്സൺസിനാണെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മെസ്സേജസ് കൺവേ ചെയ്യാനായിട്ടാണ് നമ്മൾ ഇമെയിൽ യൂസ് ചെയ്യുന്നത്, ബിക്കോസ് ഓഫ് ഇറ്റ് ഈസ് എ ഫാസ്റ്റ് ക്ലയൻറ്റ് നെറ്റ്വർക്ക്. സോ one of the main advantages is the email. In addition to communicate speed is the capacity to send attachments with a email that contain the important document or even a presentation to clarify the messages. That means നമ്മൾക്ക് ഫാസ്റ്റായിട്ട് നമ്മൾക്ക് അല്ലെങ്കിൽ സ്പീഡിലി നമ്മൾക്ക് ഇൻഫോർമേഷൻസ് വൺ പേഴ്സണിൽ നിന്ന്, അതായത് വൺ ക്ലയൻറ്റിൽ നിന്ന് അതർ ക്ലയൻറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതാണ് ഫാസ്റ്റസ്റ്റ് ക്ലയൻറ്റ് കമ്മ്യൂണിക്കേഷൻ എന്നുള്ള ഹെഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഇമെയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫാസ്റ്റസ്റ്റ് ആയിട്ട് നമ്മൾ ഇൻഫോർമേഷൻസ് വൺ പേഴ്സണിൽ നിന്ന് അതർ പേഴ്സണിലേക്ക് ഹാൻഡ് ഓവർ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു നെറ്റ്വർക്കാണ് ഇമെയിൽ. The second one is availability and portability. So the increased use of email has resulted in business people receiving hundreds of emails every day. Besides, thousands of email messages can be archived into folder on your computer and handheld communication device such as cell phones to be retrieved later. The convenience of email allows to keep file folders filled out paper. It is also easy to carry important correspondence easily without taking heavy paper file folders. That means നമ്മൾക്കറിയാം നമുക്ക് ഇമെയിൽ നമുക്ക് ഈസിലി നമുക്ക് ഇൻഫോർമേഷൻസ് അവൈലബിൾ ആവും. നമുക്ക് മെയിൽ
ഒരു മെയിൽ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾക്കത് പ്രിൻ്റ് എടുത്ത് വെക്കണമെന്നില്ല. നമ്മൾക്ക് ആ മെയിൽ നമ്മളുടെ ഫോൾഡറിലേക്ക്, നമ്മളുടെ കയ്യിലൊരു സിസ്റ്റമോ അല്ലെങ്കിൽ മൊബൈൽ ഫോണോ ഉണ്ടെങ്കിൽ നമ്മൾക്ക് നമ്മുടെ വരുന്ന മെയിൽസ് നമ്മുടെ ഫോൾഡറിൽ സേവ് ചെയ്യാനായിട്ട് പറ്റും. സോ ദേ ക്യാൻ റെഡ്യൂസ് പേപ്പർ വർക്ക്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് പേപ്പർ വർക്ക് മാക്സിമം റെഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും. നമ്മൾക്ക് എപ്പോഴാണോ ഇൻഫർമേഷൻസ് അവൈലബിൾ ആവേണ്ടത് ആ ടൈമിൽ നമ്മുടെ കയ്യിൽ ഒരു നെറ്റ് കണക്ഷനോ ഒരു സിസ്റ്റമോ അല്ലെങ്കിൽ ഒരു മൊബൈൽ ഫോണോ ഉണ്ടെങ്കിൽ നമുക്ക് ഈസിലി നമ്മുടെ ഇൻഫോർമേഷൻസ് നമ്മൾക്ക് അവൈലബിൾ ആവാൻ പറ്റും. അതേപോലെ തന്നെ ഇപ്പോൾ എപ്പോഴും നമ്മുടെ കയ്യിൽ കമ്പ്യൂട്ടർ തന്നെ വേണമെന്നില്ല. നമ്മുടെ മൊബൈൽ ഫോണിലാണെങ്കിലും നമുക്ക് മെയിൽ കണക്ട് ചെയ്യാൻ പറ്റും. സോ നമുക്ക് പോർട്ടബിളാണ്. നമുക്ക് എവിടെ പോകുന്നുണ്ടെങ്കിലും നമ്മുടെ കയ്യിലൊരു ഫോൺ ഉണ്ടെങ്കിൽ നമുക്ക് മെയിൽസ് ചെക്ക് ചെയ്യാനും ആ വന്നിരിക്കുന്ന മെയിൽസ് നമുക്ക് ഫോൾഡറായിട്ട് സേവ് ചെയ്യാനും പറ്റും. സോ അതുകൊണ്ട് തന്നെ നമ്മുടെ പേപ്പർ വർക്ക്സ് ഒരുപാട് റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. So next is reduce shipping and mailing cost. Reduce shipping and mail cost means aside from the cost of internet connection, email is free. One of the benefit of email communication is that we can send a many messages, files, videos, documents and presentation as we want without having a pay anything. It significantly reduces the company's shipping and postage cost as well as the time. ദാറ്റ് മീൻസ് എന്താ പറയുന്നത്, നമ്മൾക്ക് ഇമെയിൽ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഇൻ്റർനെറ്റ് കണക്ഷൻ്റെ കോസ്റ്റ് ഒഴികെ നോക്കുമ്പോൾ നമ്മൾക്ക് വേറെ ഒരു എനി എക്സ്ട്രാ കോസ്റ്റുകളും നമ്മൾക്ക് അവിടെ വരുന്നില്ല. സോ വൺ ഓഫ് ദ ബെനിഫിറ്റ് ഓഫ് ഇമെയിൽ കമ്മ്യൂണിക്കേഷനിൽ പറയുന്നത് നമ്മൾക്ക് എത്ര മെസ്സേജസ്, എനിക്ക് ഫയൽസോ വീഡിയോസോ ഡോക്യുമെൻറ്റ്സോ പ്രസൻറ്റേഷനോ എന്തും ആയിക്കോട്ടെ നമ്മൾക്ക് ഫർദർ പേയ്മെൻറ്റ്സ് കൊടുക്കാണ്ട് സെൻഡ് ചെയ്യാൻ പറ്റും. നമ്മുടെ കയ്യിൽ ഓൺലി ഒരു ഇൻ്റർനെറ്റ് കണക്ഷൻ മാത്രം മതി. ആ കോസ്റ്റ് ഒഴികെ നമ്മൾക്ക് വേറൊരു എക്സ്ട്രാ അഡീഷണൽ കോസ്റ്റും ഈ മെയിലിങ്ങിൽ വരുന്നില്ല. സോ അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം കമ്പനി ഹാസ് നോ ഷിപ്പിംഗ് ആൻഡ് പോസ്റ്റേജ് കോസ്റ്റ്. ഇപ്പോൾ നമ്മൾ ഷിപ്പിംഗ് ചെയ്യുകയാണെങ്കിൽ പോസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെല്ലാം അഡീഷണലായിട്ട് എക്സ്ട്രാ കോസ്റ്റുകൾ വരും. പക്ഷേ മെയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾക്ക് എക്സ്ട്രാ കോസ്റ്റുകളോ കാര്യങ്ങളോ ഒന്നും തന്നെ വരില്ല. അപ്പോൾ അതാണ് റെഡ്യൂസ് ഷിപ്പിംഗ് ആൻഡ് മെയിലിംഗ് കോസ്റ്റിൽ പറയുന്നത്. So these are the main advantages of email. The first one is fast client communication. Second is availability and portability. Third is reduced shipping and mailing cost. So next we move on the disadvantages of email. So every person know if there is a advantages there is also a disadvantage. In case of email, the email has also a disadvantages. The first one is weakness to loss. That means it would take much manual effort on part of someone to access all of the important printed documents and destroy them. But all of our emails and important information can be lost with a simple hard drive crash. This is also chance of loss and vulnerable data or valuable data if it is stored as a email information on another server. If the site goes down or out of the business, that means ഒരു ഡിസഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇമെയിൽ ഡാറ്റാസ് നമ്മൾ ആ സിസ്റ്റത്തിലാണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്, അല്ലെങ്കിൽ ഹാർഡ് ഡ്രൈവിലായിരിക്കും നമ്മൾ സ്റ്റോർ ചെയ്യുന്നത്. നമുക്ക് വരുന്ന മെയിൽസൊക്കെ ഹാർഡ് ഡ്രൈവിലായിരിക്കും സേവ് ആവുന്നത്. സോ ഇൻ കേസ് നമ്മളുടെ ഡാറ്റാസ് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഹാർഡ് ഡ്രൈവർ ക്രാഷ് ആവുക അല്ലെങ്കിൽ അതിനെന്തെങ്കിലും ഡാമേജ് സംഭവിക്കുകയോ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡാറ്റാസോ അതായത് മെയിൽ വഴി കിട്ടിയിരിക്കുന്ന ഡാറ്റാസും ഡാമേജ് ആവാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. സോ നമ്മൾക്കത് ചിലപ്പോൾ റിക്കവർ ചെയ്തെടുക്കാനായിട്ട് പറ്റിയെന്ന് വരില്ല. സോ അതാണ് പറയുന്നത്. സോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏതൊരു ഡാറ്റാസിനെ ലോസ്റ്റിന് നമ്മൾക്ക് ഒരു ഹാർഡ് ഡ്രൈവ് ക്രാഷ് മതി. അതുവഴി നമ്മൾക്ക് വന്നിരിക്കുന്ന എല്ലാ ഇമെയിൽസും ഇമ്പോർട്ടൻ്റ് ഇൻഫോർമേഷൻസും ലോസ്റ്റ് ആവാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. എല്ലാന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഈ ഡാറ്റാസ് ലോസ് ആവാണ്ടിരിക്കാനായിട്ട് നമ്മളുടെ ഈ ഡാറ്റാസ് നമ്മളൊരു വേറൊരു സിസ്റ്റത്തിലും കൂടി സേവ് ചെയ്ത് വെക്കേണ്ടി വരും, അല്ലെങ്കിൽ ഒരു സെർവറിലും കൂടി സേവ് ചെയ്ത് വെക്കേണ്ടി വരും. ഇത് കുറച്ചും കൂടി ഡിഫിക്കൽട്ടാണ്. സോ വീക്ക്നെസ് ടു ലോസ് മീൻസ് ഒരു ചെറിയൊരു ഹാർഡ് ഡ്രൈവ് ക്രാഷ് ഉണ്ടായപ്പോലും നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഫോർമേഷൻസിന് ലോസ് വരാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. ദിസ് ഈസ് ദ വൺ ഓഫ് ദ ഡിസ്അഡ്വാൻറ്റേജസ്. The second we move on the accessible to another or others. So that means email cannot be considered to be a private.
Since email is sent over network, it is possible that other could gain access to them and receive them by mistake. An email can be intercepted by hackers or go to incorrect address and wind up someone else's inbox. Sensitive information and messages are very accessible to hackers and even unsuspecting recipients when using email. That means നമ്മൾക്ക് അതർ പീപ്പിൾസിന് ഈ ഇമെയിൽസ് ആക്സസ് ചെയ്യാനായിട്ടുള്ള ഇത് കൂടുതലാണ്. കാരണം ഇപ്പം നമ്മൾക്കറിയാം കമ്പ്യൂട്ടർ ഫീൽഡിലുള്ളതാണ് ഹാക്കേഴ്സിനൊക്കെ ഈ മെയിൽ വഴിയാണ് നമ്മൾ ഇൻഫോർമേഷൻ പാസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഹാക്കേഴ്സിനൊക്കെ ഇൻഫോർമേഷൻ ആക്സസ് ചെയ്യാനായിട്ട് പറ്റും. അതേപോലെ നമ്മൾ ചിലപ്പോൾ നമ്മളൊരു മെയിൽ സെൻഡ് ചെയ്യുമ്പോൾ ഇൻകറക്റ്റ് ആയിട്ടുള്ള മെയിൽ ഐ ഡിയാണ് നമ്മളവിടെ പ്രൊവൈഡ് ചെയ്യണമെന്ന് വിചാരിക്കാം. കറക്റ്റ് മെയിൽ ഐ ഡി പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ആക്ച്വൽ റെസിപ്പിയൻറ്റിനായിരിക്കില്ല നമ്മുടെ ഇൻഫോർമേഷൻസ് പാസ്സാവുന്നത്. പകരം നമ്മൾ ഇൻകറക്റ്റ് മെയിൽ ഐ ഡി ആരുടെയാണോ കൊടുത്ത് ആ പേഴ്സൺസിനായിരിക്കും ഈ ഇൻഫോർമേഷൻസ് ആക്സസ് ആവുന്നത്. സോ അതാണ് പറഞ്ഞത് ഈസിലി ആക്സസിബിൾ ടു അതേഴ്സ്. ഹാക്കേഴ്സിനോ അല്ലെങ്കിൽ കറക്റ്റ് അല്ലാത്ത മെയിൽ ഐ ഡി കൊടുത്ത അതർ പീപ്പിൾസിനോ നമ്മുടെ ഇൻഫോർമേഷൻസ് ആക്സസ് ചെയ്യാനായിട്ടുള്ള റൈറ്റ് കിട്ടും. നെക്സ്റ്റ് പറയുന്നതാണ് ഡിഫിക്കൽട്ടി ടു ഇൻ്റർപ്രറ്റ് ഇമോഷൻസ്. That means a disadvantage of email is that people tend to treat like a conversation because mail can happen so quickly. They begin to use slang terms and try to carry a conversation way of email. However, since email recipient cannot see each other, to mail do not have any voice inflection or emotion that can help with the poor interpretation. This can cause of misinterpretation of emotion behind the email, leading the hurt feeling, anger, resentment and other emotions. That means നമ്മൾക്ക് മെയിലിൽ കൂടി നമ്മൾ മെസ്സേജസ് അയക്കുമ്പോൾ മിക്കത് നമ്മൾ ഡോക്യുമെൻറ്റ്സ് ആയിട്ടോ പിക്കായിട്ടോ ഒക്കെ ആയിരിക്കും നമ്മൾ അയക്കുന്നത്. സോ നമ്മുടെ ഇമോഷൻ എന്താണെന്ന് നമുക്ക് ക്ലിയർലി നമ്മുടെ റെസിപ്പിയൻറ്റിനെ മനസ്സിലാക്കിക്കാനായിട്ട് പറ്റില്ല. കാരണം നമ്മളുടെ ഇമോഷൻസ് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് നമ്മുടെ വോയിസ് എങ്കിലും നമ്മൾക്ക് സെൻഡ് ചെയ്യാനായിട്ട് പറ്റണം. അപ്പോൾ വോയിസ് വഴിയൊക്കെയാണ് നമ്മൾ മിക്കപ്പോഴും നമ്മുടെ ഇമോഷൻസ് അല്ലെങ്കിൽ നമ്മുടെ ഫേഷ്യൽ എക്സ്പ്രഷൻ വഴിയാണ് നമ്മുടെ ഇമോഷൻസ് നമ്മൾ വൺ പേഴ്സണിൽ നിന്ന് അതർ പേഴ്സണിലേക്ക് പാസ് ചെയ്യുന്നത്. പക്ഷേ ചില സിറ്റുവേഷൻസിൽ അതായത് ഇമെയിൽ അയക്കുമ്പോൾ നമ്മൾക്ക് ഡോക്യുമെൻറ്റ്സ് ഒക്കെയാണ് അയക്കാനായിട്ട് പറ്റുക. സോ നമ്മുടെ ഇമോഷൻസ് നമ്മൾക്ക് ക്ലിയർലി മറ്റൊരു പേഴ്സൺ അതായത് ക്ലയൻറ്റ് സെർവറിൽ നമ്മൾക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് പറ്റില്ല. സോ അതാണ് പറയുന്നത് നമ്മുടെ ഇമോഷൻസ് നമുക്ക് ക്ലിയർലി എക്സ്പ്രസ് ചെയ്യാനായിട്ട് പറ്റില്ല. ഇപ്പോൾ ഒരു ഫോൺ വഴിയാണ് നമ്മൾ കാര്യങ്ങൾ പറയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സൗണ്ടിൽ നിന്ന് അവർക്ക് നമ്മുടെ ഇമോഷൻസ് മനസ്സിലാവും. പക്ഷേ ഇൻ കേസ് ഓഫ് ഇമെയിൽ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ വോയിസ് ഒന്നും സെൻഡ് ചെയ്യാത്തത് കൊണ്ട് തന്നെ നമ്മുടെ ഇമോഷൻ എന്താണെന്ന് ക്ലിയർലി നമ്മുടെ ക്ലയൻറ്റ് റെസിപ്പിയൻറ്റിന് മനസ്സിലാവാനായിട്ടുള്ള യാതൊരുവിധ ചാൻസസ് ഒന്നുമില്ല. സോ ദീസ് ആർ ദ ഡിസഡ്വാൻറ്റേജസ് ഓഫ് ഇമെയിൽ. First one is weakness to laws, second is accessible to others, third is difficult to interpret emotions. So then we move on the significance of email in business. So നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് ബിസിനസ്സിലുള്ള ഇമെയിലിൻ്റെ സിഗ്നിഫിക്കൻസ് ആണ് പറയുന്നത്. നമ്മൾ പറഞ്ഞു ഓൾമോസ്റ്റ് ബിസിനസ് കമ്മ്യൂണിക്കേഷൻസ് നമ്മൾ ഡൺ ചെയ്യുന്നത് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഇമെയിലാണ്. സോ ഇമെയിലിനുള്ള സിഗ്നിഫിക്കൻസ് ആണ് ബിസിനസ്സിലുള്ള ഇമെയിലിൻ്റെ സിഗ്നിഫിക്കൻസ് ആണ് നമ്മൾ നെക്സ്റ്റ് പറയാൻ പോകുന്നത്. ദാറ്റ് മീൻസ് ഇമ്പോർട്ടൻസ്. ദ ഫസ്റ്റ് വൺ ഈസ് ഈസി ആൻഡ് ഫാസ്റ്റ്. So easy and fast means email is very fast and it's sent and received almost instantaneously irrespective of location of the recipient. Email is useful for both internal and external communication, making it faster and easier to transmit and send important information. The continuous flow of the relevant information make employees of executives more efficient and productive. So it also enable quick response to any issue that may be arises. That means മെയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക്
വളരെ ഫാസ്റ്റായിട്ട് നമ്മുടെ മെസ്സേജസ് സെൻഡ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു മീഡിയമാണ് ഇമെയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. സോ അതിൻ്റെ അകത്ത് നമ്മൾക്ക് ഇൻറ്റേർണൽ ഓർ എക്സ്റ്റേണൽ കമ്മ്യൂണിക്കേഷൻ നമ്മൾക്ക് ഇമെയിൽസ് യൂസ് ചെയ്യാനായിട്ട് പറ്റും. സോ അതുകൊണ്ട് തന്നെ ഒരു റെലവൻ്റ് ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് എംപ്ലോയീസിന് അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ്സിന് അവരുടെ ക്ലയൻസിലേക്ക് പാസ് ചെയ്യാനായിട്ട് പറ്റും, അല്ലെങ്കിൽ ക്ലയൻസിന് ഈ എംപ്ലോയീസിനായിട്ട് അല്ലെങ്കിൽ ഓഫീസേഴ്സിനായിട്ട് പാസ് ചെയ്യാനായിട്ട് പറ്റും. ദാറ്റ് മീൻസ് നമ്മുടെ ക്ലയൻസും സെർവറും തമ്മിലുള്ള ഇൻഫോർമേഷൻസ് ഈസിലി പാസ് ചെയ്യാനായിട്ട് പറ്റും. അതേപോലെ തന്നെ അതിൽ നിന്ന് നമുക്ക് ക്വിക്ക് റെസ്പോൺസസ് ആക്സസ് ചെയ്യാനായിട്ട് പറ്റും. സോ ഇറ്റ് ഓൾസോ എനേബിൾ ടു ക്വിക്ക് റെസ്പോൺസസ് ടു എനി ഇഷ്യൂ ദാറ്റ് മേ ബി അറൈസസ്. സോ നമുക്ക് ഇൻഫോർമേഷൻസ് ഈസിലി ആൻഡ് ഫാസ്റ്റ്ലി പാസ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ എന്തെങ്കിലും റെസ്പോൺസസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ക്വിക്കലി നമ്മൾക്ക് അത് പാസ് ചെയ്യാനായിട്ട് പറ്റും. നെക്സ്റ്റ് വൺ പറയുന്നതാണ് ഈസി റിട്രീവൽ. ഈസി റിട്രീവൽ മീൻസ് എന്താ പറയുന്നത്, നമ്മൾക്ക് ഏത് ടൈമിൽ വേണമെങ്കിലും എത്രയും പെട്ടെന്ന് നമുക്ക് ഇൻഫോർമേഷൻസ് റിട്രീവ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ദ ഇമെയിൽ മെസ്സേജസ് റിമെയിൻ ആസ് സച്ച് എ യൂസേഴ്സ് ഇൻബോക്സ് അൺലെസ് ഇറ്റ് ഈസ് deliberately deleted. All type of email services provide search facilities and it will be take only few seconds for tracking down the specific messages from the inbox. നിങ്ങൾക്കറിയാം, ഇപ്പോൾ മെയിൽസ് യൂസ് ചെയ്യുന്നവരായിരിക്കുമല്ലോ നിങ്ങളെല്ലാവരും. സോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, മെയിലിൽ നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ അതിൻ്റെ മുകളിലൊരു സെർച്ച് ബാർ ഉണ്ടായിരിക്കും. ആ സെർച്ച് ബാറിൽ നമ്മൾക്ക് എന്ത് റിലേറ്റഡ് ആയിട്ടുള്ള ഡോക്യുമെൻ്റാണ് നമ്മൾക്ക് കിട്ടേണ്ടതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആ ഡോക്യുമെൻറ്റിൻ്റെ പേര് അല്ലെങ്കിൽ ആരാണ് നമ്മൾക്ക് ആ മെസ്സേജ് സെൻഡ് ചെയ്തതെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ നമുക്ക് മെസ്സേജ് സെൻഡ് ചെയ്ത പേഴ്സൻ്റെ മെയിൽ ഐ ഡി നമ്മൾ അവിടെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ ഡീറ്റെയിൽസ് നമ്മൾക്ക് അവിടെ കിട്ടും. സോ നമ്മൾക്ക് വന്നിരിക്കുന്ന മെയിലുകൾ ഫുള്ളും ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾക്ക് നീഡഡ് ആയിട്ടുള്ള ഇൻഫോർമേഷൻ ആ സെർച്ച് ബോക്സിൽ ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ആ ഇൻഫോർമേഷൻ ഈസിലി റിട്രീവ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇതാണ് സെക്കൻഡ് സിഗ്നിഫിക്കൻസ്. തേർഡ് ഈസ് എക്കണോമിക്കൽ. എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഇറ്റ് ഈസ് ദ ചീപ്പസ്റ്റ് വേ ഓഫ് കമ്മ്യൂണിക്കേഷൻ ഫോർ ദ ബിസിനസ്. നമ്മൾ പറഞ്ഞു അവിടെ നമ്മൾക്ക് ഒരു ഇൻ്റർനെറ്റ് കണക്ഷൻ ഉണ്ടെങ്കിൽ നമുക്ക് വേറൊരു കോസ്റ്റും നമ്മൾക്ക് അവിടെ വരുന്നില്ല. സോ അതാണ് പറയുന്നത്, ഇമെയിൽ ഈസ് ദ വൺ ഓഫ് ദ ചീപ്പസ്റ്റ് വേ ഓഫ് കമ്മ്യൂണിക്കേഷൻ ഫോർ ബിസിനസ് ബോത്ത് ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേർണലി. സ്മോൾ ബിസിനസ് ക്യാൻ സിംപ്ലി സൈൻ അപ്പ് ഫോർ എ ഫ്രീ ഇമെയിൽ വിത്ത് ദ പ്രൊവൈഡർ സച്ച് ആസ് എ Gmail, Yahoo, Hotmail, etc. In the case of big companies, the overhead cost of the maintaining a dedicated email service is relatively low. Now that means എന്താണ്, ഇമെയിൽ നമ്മൾ പറഞ്ഞൊരു മാസ് കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്കാണ്. ഇതുവഴി നമ്മൾക്ക് ഇൻഫോർമേഷൻസ് ഈസിലി പാസ് ചെയ്യാനായിട്ട് പറ്റും. സോ അവിടെ നമ്മൾക്ക് വേറൊരു കോസ്റ്റ് ഒന്നും നമ്മൾക്ക് വരുന്നില്ല. ദാറ്റ് മീൻസ് ഇൻറ്റേർണലി ആണെങ്കിലും എക്സ്റ്റേർണലി ആണെങ്കിലും ഒരു നെറ്റ്വർക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ അഡീഷണൽ കോസ്റ്റ് ഒന്നും വരുന്നില്ല. സോ അതുകൊണ്ട് തന്നെ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ഏറ്റവും ചീപ്പസ്റ്റ് ആയിട്ടുള്ള വേ കൂടി നമ്മൾക്ക് നടത്താനായിട്ട് പറ്റും. അപ്പോൾ സ്മോൾ ബിസിനസ് ഫേംസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഇൻ്റർനെറ്റിന് നമുക്ക് അഡീഷണൽ കോസ്റ്റോ കാര്യങ്ങളോ ഒന്നും പ്രൊവൈഡ് ചെയ്യേണ്ടത് വരില്ല ഇമെയിൽസ് യൂസ് ചെയ്യാൻ. ഇൻ കേസ് ഓഫ് ഇനി ബിഗ് ഫേംസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ചെറിയ ഒരു എമൗണ്ട്, അതായത് ഇമെയിൽ സെർവറിന് വേണ്ടിയിട്ട് നമ്മളൊരു ചെറിയൊരു എമൗണ്ട് ആയിരിക്കും പ്രൊവൈഡ് ചെയ്യേണ്ടതായിട്ട് വരാം. സോ കമ്പയർ ചെയ്യുമ്പോൾ ഇമെയിൽ ഈസ് വെരി ചീപ്പസ്റ്റ് വേ ഓഫ് കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക്. അപ്പോൾ അതാണ് എക്കണോമിക്കൽ പറയുന്നത്. ഫോർത്ത് വൺ ഈസ് മാർക്കറ്റിംഗ്. Marketing means email is much useful for a companies to efficiently and effectively communicate information about their product and services, both the existing customers and potential one. ദാറ്റ് മീൻസ് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ഇമെയിൽ വഴി മാർക്കറ്റിംഗ് നടത്താനായിട്ട് പറ്റും. ദാറ്റ് മീൻസ് ഒരു കമ്പനിയുടെ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസസ് നമ്മൾക്ക് അതർ പേഴ്സൺസിനായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ഈ ഇമെയിൽ യൂസ് ചെയ്യാം. ദാറ്റ് മീൻസ് നമ്മൾ ചില ഫേംസിലൊക്കെ ചെല്ലുമ്പോൾ നമ്മുടെ മെയിൽ ഐ ഡി അവർ ചോദിക്കും. സോ അപ്പോൾ അവർക്ക് എന്തെങ്കിലും പുതിയ പ്രൊഡക്ട്സ് എന്തെങ്കിലും ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ നമ്മുടെ മെയിൽ ഐ ഡിയിലേക്ക് അതിനെക്കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽസ് സെൻഡ് ചെയ്യും. ആ ഡീറ്റെയിലിൻ്റെ വഴി അവർക്ക് അവിടെ മാർക്കറ്റിംഗ് നടത്താൻ പറ്റുന്നുണ്ട്. ഇത് എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സ് ആയിക്കോട്ടെ, ഇപ്പോഴും പൊട്ടൻഷ്യൽ ആയിട്ടുള്ള കസ്റ്റമേഴ്സ് ആയിക്കോട്ടെ, ആരും ആയിക്കോട്ടെ, അവരുടെ ഇൻഫോർമേഷൻ ഇവർ ആക്സസ് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഈ കമ്പനിക്കാർ എന്തെങ്കിലും പുതിയ പ്രോഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പ്രോഡക്റ്റിൻ്റെ ഡീറ്റെയിൽസ് നമ്മുടെ എക്സിസ്റ്റിംഗ് ആൻഡ് കറൻ്റ്ലി ഉള്ള കസ്റ്റമേഴ്സിന് സെൻഡ് ചെയ്യും. വേ ഓഫ് മെയിൽ വഴി സെൻഡ് ചെയ്യും. സോ അതുവഴി അവർക്ക് അവരുടെ പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള ഇൻഫോർമേഷൻ ഇഫക്റ്റീവ്ലി ആൻഡ് എഫിഷ്യൻ്റ്ലി ക്ലയൻസിനായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റും.
The fifth point is privacy and confidentiality. Privacy and confidentiality means the email allows business professional private one-to communication. That means നമ്മളുടെ ഇമെയിലിൽ നമ്മൾക്ക് പ്രൈവസി അല്ലെങ്കിൽ കോൺഫിഡൻഷ്യാലിറ്റി കീപ്പ് ചെയ്യാനായിട്ട് പറ്റും. അതായത് ബിസിനസ് പ്രൊഫഷണൽസ് അവരുടെ മെയിൽ പ്രൈവറ്റ് ആണോ അല്ലെങ്കിൽ 1-to-1 കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യണേ എന്നുള്ളത് ചൂസ് ചെയ്യാനായിട്ടുള്ള റൈറ്റ് ഉണ്ട്. സോ അത് പറഞ്ഞപ്പോൾ നമ്മുടെ ഒരു മാനേജർക്ക് ചിലപ്പോൾ പ്രൈവറ്റ് മെയിൽ യൂസ് ചെയ്യാൻ, ദാറ്റ് മീൻസ് ആ മാനേജേഴ്സിന് മാത്രം ആക്സസ് ചെയ്യാൻ പറ്റാവുന്ന രീതിയിൽ ഒരു പ്രൈവറ്റ് മെയിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ അതർ പേഴ്സൺസിനും ആക്സസ് ചെയ്യാമെന്നുള്ള രീതിയിൽ ഒരു അതർ മെയിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ അതാണ് പറയുന്നത്, ഇമെയിൽ നമ്മൾക്ക് അലോ ചെയ്യുന്നുണ്ട്. പ്രൊഫഷണൽ പ്രൈവറ്റ് മെയിൽസ് വേണോ അല്ലെങ്കിൽ അതേഴ്സ് ആക്സസ് ചെയ്യുന്ന മെയിൽ ഐ ഡീസ് വേണോ എന്നുള്ളത്. അപ്പോൾ അതാണ് പറയുന്നത്, നമ്മുടെ മെയിൽ ഐ ഡി എപ്പോഴും നമുക്ക് പ്രൈവസിയിലും കോൺഫിഡൻഷ്യാലിറ്റിയിലും കീപ്പ് ചെയ്യാനായിട്ട് പറ്റും. സോ മെയിൽ ഐ ഡിയുടെ ഒപ്പം ഒരു പാസ്വേഡ് ഉണ്ടായിരിക്കും. സോ ആ മെയിൽ ഐ ഡിയുടെ പാസ്വേഡും മെയിൽ ഐ ഡിയും നമുക്ക് പ്രൈവറ്റായിട്ട് വേണമെങ്കിൽ പ്രൈവറ്റായിട്ട് യൂസ് ചെയ്യാം, അത് കോൺഫിഡൻഷ്യലായിട്ട് യൂസ് ചെയ്യാം. ഇൻ കേസ് നമ്മൾക്ക് അങ്ങനെ വേണ്ടാന്നുണ്ടെങ്കിൽ തിരിച്ചും ചെയ്യാം. അപ്പം മെയിൽ എപ്പോഴും നമുക്ക് പ്രൈവസി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് പറയുന്നതാണ് സെക്യൂരിറ്റി. The security means with the help of secure protocol, email could be seen as secure means of communication. Unlike the consumer-oriented email services with restricted access to security function, companies have the ability to control define their email security features. That means നമ്മൾക്ക് ഇമെയിൽ ഒരു സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ പറഞ്ഞ ചില സിറ്റുവേഷൻസിൽ നമുക്ക് ഹാക്കിങ്ങും കാര്യങ്ങളൊക്കെ വരാം, പക്ഷേ ഓൾമോസ്റ്റ് മെയിൽസും അതായത് മെയിലും നമ്മൾക്ക് സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദാറ്റ് മീൻസ് നമ്മുടെ കസ്റ്റമർ ഇൻട്രാക്ഷൻസ് ഒന്നും അവർ മറ്റുള്ളവരിലേക്ക് പ്രൊവൈഡ് ചെയ്യില്ല. അതായത് അവിടെ എപ്പോഴും പ്രൈവസി നമ്മൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതാണ് സെക്യൂരിറ്റിയിൽ പറയുന്നത്. വിത്ത് ദ ഹെൽപ്പ് ഓഫ് സെക്യൂർ പ്രോട്ടോക്കോൾ ഇമെയിൽ കുഡ് ബി സീൻ ദ സെക്യൂർ മീൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. അതായത് സെക്യൂർ പ്രോട്ടോക്കോൾ പ്രകാരം നമ്മൾക്ക് നമ്മുടെ മെയിൽസ് സെക്യൂറായിട്ട് നടത്താനായിട്ട് പറ്റും, അല്ലെങ്കിൽ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സെക്യൂരിറ്റി കീപ്പ് ചെയ്യാനായിട്ട് പറ്റും. അതാണ് സെക്യൂരിറ്റിയിൽ പറയുന്നത്. The next one is internal communication. Internal communication means email become the primary means of internal communication among organization right from the beginning of its introduction. All employees within a company to this day are expected to use email for the formal conversation. They need to have any other colleagues. Email used to process most work-related requests. ദാറ്റ് മീൻസ് നമ്മൾ മെയിനായിട്ട് ഇമെയിൽ യൂസ് ചെയ്യുന്നത് ഇൻറ്റേർണൽ കമ്മ്യൂണിക്കേഷനാണ്. ഒരു ഓർഗനൈസേഷനുള്ളിൽ ഡിഫറെൻറ്റ് എംപ്ലോയീസ് ഉണ്ടായിരിക്കും. ആ ഡിഫറെൻറ്റ് എംപ്ലോയീസിൻ്റെ ഉള്ളിൽ കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള മെസ്സേജസ് ഹാൻഡ് ഓവർ ചെയ്യാനാണ് നമ്മൾ മെയിനായിട്ട് മെയിൽസ് യൂസ് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് വർക്ക് റിലേറ്റഡ് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മെയിലിൽ യൂസ് ചെയ്യുന്നത്. സോ ഇതാണ് ഇൻറ്റേർണൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഒരു ഓർഗനൈസേഷൻ്റെ ഉള്ളിൽ തന്നെയുള്ള കാര്യങ്ങൾ, ഇത് ഓർഗനൈസേഷൻ ബിഗിൻസ് മുതൽ വർക്കിംഗ് കണ്ടീഷൻ വരെയുള്ള എല്ലാ കാര്യങ്ങളും അവിടുത്തെ എംപ്ലോയീസുമായിട്ട് കോൺവെർസേഷൻ നടത്താനായിട്ട് അല്ലെങ്കിൽ എംപ്ലോയീസുമായിട്ട് എക്സ്ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മെയിൽസ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ സിഗ്നിഫിക്കൻസ് ഓർ ഇമ്പോർട്ടൻസ് ഓഫ് ഇമെയിൽസ് ഇൻ ബിസിനസ്സിൽ വരുന്നത്. നമ്മളൊരു 7 points ആണ് പറഞ്ഞത്. ഇതൊക്കെ നിങ്ങൾ ഓൾറെഡി പഠിച്ചിരിക്കുന്ന കാര്യങ്ങളായിരിക്കും, എന്നാലും ഒന്നും കൂടി കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കാം. സോ ഇന്നത്തെ ക്ലാസ് കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങൾ ആൻസർ ചെയ്ത് വെക്കേണ്ട ക്വസ്റ്റ്യൻസ്, വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് ഇമെയിൽ, ആൻഡ് ദ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഈസ് വാട്ട് ആർ എക്സ്പ്ലെയിൻ ദ സിഗ്നിഫിക്കൻസ് ഓഫ് ഇമെയിൽ ഇൻ ബിസിനസ്. ഈ 2 ക്വസ്റ്റ്യനാണ് ആൻസർ ചെയ്ത് വെക്കേണ്ടത്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ മിസ്സിനെ കോൺടാക്റ്റ് ചെയ്യാം. ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.